തമിഴ്നാട്ടിലും നാടകീയത നിറഞ്ഞിരിക്കുകയാണ് അവിടുത്തെയും രാഷ്ട്രീയ സംഭവ വികാസങ്ങളെന്ന് പറയാം. കാരണം തമിഴ്നാട്ടിൽ ജനവിധി TVKയ്ക്കൊപ്പമായിരുന്നു. തമിഴ്നാട്ടിൽ ഒരു മാറ്റം വരണമെന്ന് അവിടുത്തുകാർ ആഗ്രഹിച്ചു. അവർ വോട്ട് ചെയ്തു. പക്ഷേ വോട്ട് ചെയ്ത് 108 സീറ്റുമായി വിജയിച്ചു വന്ന വിജയ്ക്ക് അവിടെ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പം നിലവിൽ കോൺഗ്രസ് ഒഴികെ മറ്റാരുടെയും പിന്തുണ നേടിയെടുക്കാൻ TVKയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സർക്കാർ ഇന്ന് രൂപീകരണം ഉണ്ടാകും, ഇന്ന് വിജയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു ഇന്നലെ രാവിലെ ഉച്ചയ്ക്കുമൊക്കെ വന്നിരുന്ന വാർത്ത. പക്ഷേ സർക്കാർ രൂപീകരണം ഇന്ന് ഏതായാലും തമിഴ്നാട്ടിൽ ഉണ്ടാകില്ല. കേവല ഭൂരിപക്ഷം ഇല്ലാതെ സർക്കാർ രൂപീകരിക്കാൻ അനുമതി നൽകാനാകില്ല എന്ന് ഗവർണർ നിലപാടെടുത്തതോടുകൂടിയാണ് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിസന്ധിയിലായത്. കോൺഗ്രസിന്റെ 5 സീറ്റുകൾ ഉൾപ്പെടെ 113 നിയുക്ത MLA-മാരുടെ പിന്തുണയാണ് TVKയ്ക്ക് നിലവിലുള്ളത്. ഇതിനിടയിൽ അണ്ണാ DMK MLA-മാരെ ഇന്നലെ രാത്രിയോടുകൂടി റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും സുജിത് ചന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സുജിത് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. തമിഴക രാഷ്ട്രീയവും നാടകീയതകൾ നിറയുന്നതാകുന്നു. ഇപ്പം ഇന്നലെ ഉച്ചയോടുകൂടി 3-3:30 മണിയോടുകൂടി TVK അധ്യക്ഷൻ വിജയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ MLA-മാരും ഒക്കെ വന്ന് ഗവർണറെ കണ്ടു, രാജേന്ദ്ര അർലേക്കറെ കണ്ടു. അതിനുശേഷം കത്ത് കൈമാറിയത് അതിന് പിന്നാലെ ഗവർണറുടെ പ്രതികരണം ഒന്നും വന്നില്ല. പിന്നീട് കുറച്ചധികം സമയം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു 5-5:30 മണിയോടുകൂടി ഗവർണറുടെ പ്രതികരണം വരുന്നുണ്ട്. ഈ ഭൂരിപക്ഷം തെളിയിക്കാതെ TVKയ്ക്ക് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയില്ല എന്ന്. തുടർന്നാണ് സാഹചര്യങ്ങൾ മുഴുവൻ മാറുന്നത്. പിന്നീട് വിജയുടെ കോൺവോയ് പൂർണ്ണമായും അവിടെ നിന്നും മാറുന്നുണ്ട്. പിന്നീട് കോൺവോയ് ഇല്ലാതെ അദ്ദേഹം പോകുന്നു. അതിന് പിന്നാലെ കാണുന്നത് AIADMKയും DMKയും തമ്മിലൊരു അലയൻസിന് ശ്രമിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. അതിന് പിന്നാലെ AIADMK അവരുടെ MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റുന്നു. അങ്ങനെ മുഴുവൻ നാടകീയത നിറഞ്ഞ, സസ്പെൻസ് നിറഞ്ഞ സംഭവ വികാസങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും കേൾക്കുകയാണ്. എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുജിത് ചന്ദ്രൻ? സേതു, ഈ 113 MLA-മാരുടെ പിന്തുണയാണല്ലോ വിജയ് പറഞ്ഞിരുന്നത്. പക്ഷേ പൂർണ്ണമായും, അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താതെ കേവല ഭൂരിപക്ഷം ഉള്ള MLA-മാരുടെ അത്രയും നമ്പർ കാണിച്ചുകൊണ്ടുള്ള പിന്തുണക്കത്ത് നൽകാതെ സർക്കാർ രൂപീകരിക്കാൻ വിജയെ ക്ഷണിക്കാനാവില്ല എന്ന നിലപാടാണ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എടുത്തത്. മുമ്പ് അത്തരത്തിലൊരു സുപ്രീം കോടതി വിധിയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതോടുകൂടി തമിഴ്നാട്ടിലെ ഒരു സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇന്ന് സർക്കാർ രൂപീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിരുന്നെങ്കിലും ഇന്ന് ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കില്ല എന്നുള്ള കാര്യം തീരുമാനം ആയിട്ടുണ്ട് ഏകദേശം. അതിനിടയിലാണ് തമിഴ്നാട്ടിലും വീണ്ടും റിസോർട്ട് രാഷ്ട്രീയം അതിൻ്റെ പഴയ കാലത്തിലേക്കൊക്കെ എത്തുന്ന രൂപത്തിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത്. ഇപ്പോൾ അറിയുന്നത് ഇന്നലെ രാത്രി ഈ മുൻ മന്ത്രി മുനിസ്വാമിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഏതാണ്ട് 20ഓളം MLA-മാരെ പോണ്ടിച്ചേരിയിലെ തൃഷം എന്ന റിസോർട്ടിലേക്ക്, ആ റിസോർട്ടിൻ്റെ പേര് ഒരു നിമിഷം, റിസോർട്ടിൻ്റെ പേര് എക്സാക്ട്ലി ഞാൻ പറഞ്ഞുതരാം. ദിഷോർ തൃഷം എന്ന റിസോർട്ടിലേക്ക് മാറ്റിയതായി അറിഞ്ഞത്. അതായത് ഈ MLA-മാരെ ഒരു പക്ഷേ വിജയ് TVK ചാക്കിട്ട് പിടിക്കാൻ നീക്കം നടക്കും എന്നൊരു സാഹചര്യത്തിലായിരുന്നു ഈ ഒരു നീക്കം നടന്നത്. കൂടുതൽ MLA-മാരെ അവിടേക്ക് മാറ്റാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട്. മഹാബലിപുരത്തെ റിസോർട്ടിലേക്ക് TVK MLA-മാരെ നേരത്തെ തന്നെ മാറ്റിയിട്ടുമുണ്ട്. മാത്രമല്ല ഇന്നലെ ഒരു വിഭാഗം, അതായത് AIADMKയുടെ ഒരു വിഭാഗം TVKയ്ക്ക് പിന്തുണ കൊടുക്കാനുള്ള നീക്കം നടന്നിരുന്നു. അതായത് ഉപാധികളില്ലാതെ പിന്തുണ കൊടുക്കാം എന്ന തരത്തിലേക്കാണ് ആ ഒരു നീക്കം നടന്നത്. നേരത്തെ 5 MLA-മാരുടെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ ഏതായാലും TVKയ്ക്ക് ഉറപ്പായിരിക്കുന്നത്. കോൺഗ്രസ് MLA-മാരുടെ, ഇടതുകക്ഷികളുടെയും അതേപോലെ വിടുതലൈ സിരുത്തൈ കക്ഷികളുടെയും ഒക്കെ അടക്കം പിന്തുണ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിജയ്. പക്ഷേ അതൊന്നും ഫലം കണ്ടിട്ടില്ല. വിടുതലൈ സിരുത്തൈ ഏറ്റവും അടുത്ത അലയായിട്ട്, ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിട്ട് DMK-യുടെ കൂടെ നിൽക്കുന്ന കക്ഷിയാണ്. അതേപോലെ CPM CPIക്ക് 2 MLA-മാർ വീതമാണുള്ളത്. അവർ നയപരമായ ഒരു തീരുമാനം ഒരുപക്ഷെ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു യോഗം കൂടുന്നുണ്ട്. പക്ഷേ അവർക്ക് കേന്ദ്ര തലത്തിലൊക്കെ കൂടി ആലോചിച്ചതിന് ശേഷമേ അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പറ്റൂ. VCKയെ സംബന്ധിച്ചും പെട്ടെന്ന് സ്റ്റാലിനെ വിട്ടുപോവുക എന്നൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നത് ഒരു പക്ഷേ കുറച്ച് പ്രശ്നമായിരിക്കും. കോൺഗ്രസ് ഏതായാലും 5 MLA-മാരുടെ പിന്തുണയാണ് അവർക്കുള്ളത്. അവർ DMK സഖ്യകക്ഷിയായി ജയിച്ചതാണെങ്കിൽ പോലും നേരത്തെ തന്നെ BJPയെ മാറ്റി നിർത്താൻ വേണ്ടി അത്തരമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ AIADMKയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് BJPയുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ ആണെന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ തമിഴക രാഷ്ട്രീയത്തിൽ പറയുന്നുണ്ട്. അതായത് എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ തൽക്കാലം TVKയ്ക്ക് പിന്തുണ കൊടുക്കുകയും പിന്നീട് ഉള്ളിൽ നിന്ന്
TVK കൂടി BJP പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ഡിസൈനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏതായാലും ഇപ്പോൾ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പോണ്ടിച്ചേരിയിലെ റിസോർട്ടിലേക്ക് ഈ MLA-മാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്ന കാര്യം ഏതായാലും നടക്കില്ല. അടുത്ത ദിവസങ്ങളിൽ അതിനിടയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലേക്ക് പോകുമെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധി കൂടുതൽ വഷളാകും. ഈ സർക്കാർ രൂപീകരണം അടുത്ത ദിവസങ്ങളിലേക്ക് നീളാനാണ് സാധ്യത. സേതു. ഓക്കെ സുചിന്ദ്രൻ, ശരി. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് സുചിന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.